ഒരു ദിവസം മീൻപിടുത്തക്കാരായ ചില സഹോദരന്മാർ ഒരുമിച്ച് ചേർന്ന് മീൻപിടുത്തത്തിനായി കടന്നുപോയി. ഒരു രാത്രി മുഴുവൻ അവർ വല വീശി മീൻപിടുത്തത്തിനായി അവരുടെ പരിശ്രമങ്ങൾ, അവരുടെ അധ്വാനം വളരെ ചിലവഴിച്ചു. എന്നാൽ ഒരു മീൻ പോലും ആ രാത്രിയിൽ പിടിക്കാൻ കഴിയാതെ അവർ പ്രഭാതത്തിൽ നിരാശയോട് കടന്നു വന്ന് അവരുടെ വലകൾ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അരുമനാഥനായ കർത്താവ് അവരുടെ അടുക്കിലേക്ക് വന്നു. യേശു അവരോട് പറയുകയാണ്, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവീൻ. ഉടൻ അവരിൽ നിന്ന് ലഭിച്ച പ്രതികരണം, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ഒരു അവിശ്വാസത്തിൻ്റെ വാക്കാണ് അവരിൽ നിന്നും പറയാനിടയാത്തത്. എങ്കിലും അടുത്ത പദം പറയുകയാണ്, എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. യേശു പറഞ്ഞ വാക്ക് നിമിത്തം അവർ വലയിറക്കി. ദൈവവചനം പറയുന്നു, ഒരു വലിയ പെരുത്ത മീൻകൂട്ടം അവർക്ക് ലഭിക്കാനിടയായി തീർന്നു. അവിടെ നിരാശ മാറി. അവർക്ക് മാത്രമല്ല, അവരോടൊത്ത് അന്ന് ആരൊക്കെ ആ രാത്രി മീൻപിടുത്തത്തിനായി ഉണ്ടായിരുന്നോ അവർക്കൊക്കെയും ഷെയർ ചെയ്യാവുന്ന വിധത്തിൽ അവരുടെ വല നിറച്ച് ഒരു പെരുത്ത മീൻകൂട്ടം അകപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത്, ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രയത്നങ്ങൾ ചെയ്തിട്ടും ഒരു തരത്തിലും മുൻപോട്ട് പോകാൻ കഴിയാതെ, നന്മ പ്രാപിപ്പാൻ കഴിയാതെ, അധ്വാന ഫലം മുഴുവൻ നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, അധ്വാനത്തിന് യാതൊരു ഫലവും കാണാതെ ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണ് നിങ്ങളെങ്കിൽ മാവിൽ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നു, കർത്താവായ യേശു അവൻ്റെ വാക്കിന് നാം പ്രവർത്തിക്കുന്നെങ്കിൽ നിശ്ചയമായും അതിന് ഫലം കാണും. നമ്മൾക്ക് മാത്രമല്ല, നമ്മോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും കൂടി അവരുടെ കഷ്ടത മാറുവാൻ, അവരുടെ നിരാശ മാറുവാൻ, അവർക്കും ഷെയർ ചെയ്യുന്ന വിധത്തിൽ നമ്മെ സാമ്പത്തികമായും ഭൗതികമായും അനുഗ്രഹിപ്പാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ആകയാൽ മീൻപിടുത്തത്തിൽ ഒന്നും കിട്ടാതെ നിരാശരായവർ യേശുവിൻ്റെ വാക്കിന് മുമ്പിൽ അനുസരണം കാണിച്ചപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചതുപോലെ തന്നെ നിരാശയിലായി വളരെ കഷ്ടപ്പെട്ടിട്ടും പ്രയത്നിച്ചിട്ടും ഒന്നും ലഭിക്കാതെ, ഒന്നും പ്രാപിക്കാൻ കഴിയാതെ ഇരിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ വാക്ക് അനുസരിക്കുക, അവൻ്റെ വാക്കിന് പ്രവർത്തിക്കുക. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നിൻ്റെ പ്രതികൂലങ്ങൾ മാറി, നിൻ്റെ നിന്ന മാറി, നിന്നെ ആശ്വസിപ്പിക്കാൻ അവൻ ശക്തനാണ്. ആ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനും അവൻ്റെ വാക്കനുസരിപ്പാനും തയ്യാറാകൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.